ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കുറച്ച് കിച്ചൺ ടിപ്സുകളൊക്കെയാണ് കാണിക്കുന്നത്. അപ്പോൾ വെണ്ടയ്ക്കൊക്കെ നമ്മൾ വഴറ്റണ സമയത്ത് അതിൻ്റെ ആ ഒരു ഇതുണ്ടാവുമല്ലോ, വഴുവഴുപ്പ് പോകാനായിട്ട് നമ്മൾ കട്ട് ചെയ്ത ശേഷം ഒട്ടും ഓയിലില്ലാതെ നമ്മൾ പാനിലിട്ടൊന്ന് ചൂടാക്കിയെടുക്കുക. അപ്പോൾ കുറച്ച് നേരം ചൂടാക്കുമ്പോൾ തന്നെ അത് കംപ്ലീറ്റ് അതിൻ്റെ ആ മെഴുക്ക് പോലുള്ള സംഭവങ്ങൾ കംപ്ലീറ്റായി പോവുകയും പിന്നെ നമുക്കത് കറക്റ്റായിട്ട് വരുന്നുണ്ടോ. പിന്നെ നമുക്ക് ഓയിൽ ഒഴിച്ചിട്ട് ഇതാക്കിയെടുക്കാം. സവാളയൊക്കെ അരിയണ സമയത്ത് കുറേ സവാള ബിരിയാണിക്കൊക്കെ അരിയുമ്പോൾ കണ്ണ് ഇതാവാനുള്ള സാധ്യതകളുണ്ട്, എത്ര എണ്ണമാണെങ്കിലും ചിലവർക്ക്. അപ്പം അങ്ങനെയാകുമ്പോൾ തോല് കളഞ്ഞിട്ട് വെറുതെ 2-3 അല്ലെങ്കിൽ തോലോട് കൂടി തന്നെ 2-3 ആയിട്ട് നമ്മൾ ഒന്ന് വെട്ടിമുറിച്ച് വെള്ളത്തിലിട്ട് വയ്ക്കുക. ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞിട്ട് അതിൻ്റെ തോല് മാറ്റി വെള്ളത്തിൽ നിന്നെടുത്ത് തോല് മാറ്റിയിട്ട് കട്ട് ചെയ്തെടുക്കുകയാണെങ്കിൽ നമുക്ക് കണ്ണിരിയില്ല കേട്ടോ. നല്ലൊരു കാര്യമാണ്. തോല് നമുക്ക് ആദ്യം തന്നെ മാറ്റിയിടാൻ നിർബന്ധമില്ല. തോലോട് കൂടി തന്നെ നമ്മൾ വെള്ളത്തിലോട്ട് 2 കഷ്ണം 3 കഷ്ണമായിട്ട് അങ്ങോട്ട് മുറിച്ചിടുക. ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ കഴുകിയെടുത്തിട്ട് തോല് കളഞ്ഞ് കഴുകിയെടുത്തിട്ട് നോക്കുക ഞാൻ ചെയ്ത് കഴിഞ്ഞാൽ കണ്ണൊട്ടും തന്നെ ഇരിയില്ല കേട്ടോ. അങ്ങനെ നമുക്ക് ചെയ്തെടുക്കാം. അടുത്ത ടിപ്പ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് കമ്മലൊക്കെ ഇടുമ്പോൾ ചിലവരെ കാതിൽ ഇപ്പം എല്ലാവരും ഗോൾഡ് അല്ലല്ലോ യൂസ് ചെയ്യുന്നത്, കൂടുതൽ ഇങ്ങനത്തെ ഫാൻസി ടൈപ്പ് കമ്മല വെയിറ്റ് കൂടുതലുള്ളത് കിട്ടുന്ന സമയത്ത് എന്ത് സംഭവിക്കും എന്ന് പറഞ്ഞാൽ കാത് ഇങ്ങനെ തൂങ്ങി നിൽക്കും. നമ്മൾ ഇടുന്ന സമയത്ത് തന്നെ കാത് ഇങ്ങനെ തൂങ്ങി നിൽക്കും. അപ്പോൾ അങ്ങനെ കാത് തൂങ്ങി നിൽക്കാതിരിക്കാനായിട്ട് ചെറിയൊരു എന്തെങ്കിലുമൊക്കെ ഒരു കാർഡ്ബോർഡ് പോലത്തെ സംഭവം, ഇപ്പം നമ്മൾ മരുന്ന് ക്രീം എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കുമ്പോൾ ഒരു കാർഡ്ബോർഡ് ബോക്സ് ഉണ്ടല്ലോ, അതൊന്ന് ചെറിയൊരു പീസ് കട്ട് ചെയ്തെടുക്കാം. ഓക്കെ, അതിനുശേഷം അതിൽ ചെറിയൊരു ഹോളാക്കാം. ഗോൾഡാണെങ്കിൽ നമുക്ക് അതിൻ്റെ ബട്ടൺസ് മേടിച്ചിടാൻ പറ്റും, പക്ഷേ ഇങ്ങനത്തെ അതിന് നമുക്ക് ബട്ടൺസ് ഇടാൻ പറ്റില്ല. അപ്പം നമ്മൾ എന്ത് ചെയ്യാന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒരു ചെറുത് ഇതാക്കിയ ശേഷം ഒരു പിന്ന് വെച്ചിട്ട് അതൊന്ന് ചെറിയൊരു ഹോളാക്കി എടുക്കുക. ആദ്യം നമുക്ക് ഇത് കമ്മലിൻ്റെ ആണിയിലേക്ക് ഇടുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും, പിന്നെ ആ ഒരു ഇത് കറക്റ്റായിട്ട് ഇടുമ്പോൾ കറക്റ്റായിട്ട് വരും കേട്ടോ. നമുക്കിതിൽ ബട്ടൺസ് ഇടാൻ പറ്റില്ലല്ലോ. ഈ ഒരു ഇതിൽ ഇങ്ങനത്തെ കമ്മലുകളിലൊന്നും ബട്ടൺസ് ഇടാൻ പറ്റില്ല, ഗോൾഡിൽ മാത്രമേ ബട്ടൺസ് ഇടാൻ പറ്റും. അപ്പം നമുക്ക് ഇടുന്ന സമയത്ത് തൂങ്ങാതിരിക്കാൻ, ചിലവരിടുമ്പോൾ ഭയങ്കര തൂങ്ങിക്കിടക്കുന്നത്. അപ്പം ഇങ്ങനെ തൂങ്ങാതിരിക്കാനായിട്ട് ഈ ഒരു ഇത് വെച്ചാൽ മതി. ഇതുണ്ടോ, ഒരു തവണ ഇടുമ്പോഴേ നമുക്കിങ്ങനെ കയറുമ്പോൾ ഒരു ഇത് വരുള്ളൂ, പിന്നെ രണ്ടാമത് ഇടുമ്പോൾ പിന്നെ അത് പ്രശ്നമില്ല കണ്ടോ. എന്നിട്ട് നമ്മൾ ആദ്യം കമ്മലിട്ട ശേഷം അതിൻ്റെ പുറകിലോട്ട് നമ്മൾ ചെവിയിൽ കമ്മലിടുക. അതിനുശേഷം അതിൻ്റെ പുറകോട്ട് ഈ ഒരു കാർഡ്ബോർഡ് വെച്ചിട്ട് നമ്മൾ ആ മറ്റത് ഇടുകയാണെങ്കിൽ തൂങ്ങി നിൽക്കില്ല കേട്ടോ. അടുത്ത ടിപ്പ് വന്നിട്ടേ, നമ്മുടെ ഇതിലൊക്കെ പല്ലി ശല്യം അടുക്കളയിൽ രാത്രി കൂടുതലാണല്ലോ. വൈകുന്നേരം ആകുമ്പോൾ ഒരു 8 മണി 9 മണി ആകുമ്പോൾ ഇത് കുറച്ച് പനിക്കൂർക്ക എടുത്തിട്ട് കുറച്ച് മുറിച്ച് ഇങ്ങോട്ട് അവിടെ ഇട്ട് നോക്കിക്കേ, പല്ലിയുടെ ശല്യം ഒട്ടും ഉണ്ടാവില്ല കേട്ടോ. രാവിലെ ആകുമ്പോൾ എടുത്ത് കളയുകയും ചെയ്യാം. ഓക്കെ, രാത്രിയാണ് അത് കൂടുതൽ പല്ലി ശല്യം വരിക. അരിയൊക്കെ കേടുകൂടാതിരിക്കാനായിട്ട് നമ്മൾ പ്രത്യേകിച്ച് അരി പെട്ടെന്ന് റേഷനിൽ നിന്ന് വാങ്ങിച്ച് ചീത്തയാവില്ല. അതിന് 2-3 ഉണക്കമുളക് എടുത്ത് ഇട്ട് കൊടുക്കണമെങ്കിൽ ഒട്ടും തന്നെ ചീത്തയാവില്ല, പെട്ടെന്ന് പ്രാണി വരില്ല കേട്ടോ.